പ്രിയ വിദ്യാർത്ഥികളെ, ഗുഡ് മോർണിംഗ്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MA PG ലെവൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് MA സോഷ്യോളജി, MA പൊളിറ്റിക്കൽ സയൻസ്, MA അഡ്മിനിസ്ട്രേഷൻ, ഈ തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു പേപ്പറാണ് ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ ഒരു പേപ്പറുമായി ബന്ധപ്പെട്ട് ഒട്ടധികം ടോപ്പിക്സ് ഞാൻ എൻ്റെ വീഡിയോ ക്ലാസ്സുകളായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് അത് വളരെയധികം ഫലപ്രദമാണ്, അവർക്ക് വളരെയധികം ഉപകാരപ്രദമായിരുന്നു എന്ന രീതിയിലുള്ള കമൻറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിറ്റ് 22 മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു കൗൺസിലറായിട്ട് പ്രവർത്തിച്ചു പോരുന്ന ഒരാളാണ് ഞാൻ. ടീച്ചിങ് ഒരുപാട് വിദ്യാർത്ഥികളുടെ ഇടയിലൂടെ തന്നെ ദിവസവും കടന്നു പോകുന്ന ഒരാളെന്ന രീതിയിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. മൈഗ്രേഷൻ നമുക്കറിയാം, കുടിയേറ്റം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 19 ഇത് ഗ്യാരണ്ടി ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇറ്റ് ഗ്യാരണ്ടീസ് ആൾ ഇറ്റ്സ് സിറ്റിസൺസ് ദ റൈറ്റ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ എനിവെയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എവിടെയാണേലും അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 19 പ്രൊവൈഡ് ചെയ്യുന്നു. ദ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ഐഡിയൽ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എനി ഫ്രീ ആൻഡ് ലിബറൽ എക്കോണമി. സ്വതന്ത്രമായി ജീവിക്കുക, ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം, അത് ലിബറൽ എക്കോണമിയിൽ അനുവദനീയമാണ്. എ ചേഞ്ച് ഇൻ ദ പ്ലേസ് ഓഫ് റെസിഡൻസ് അറ്റ് ലീസ്റ്റ് വൺസ് ഇൻ ക്വൈറ്റ് കോമൺ in a wider range of countries. Census data shows that in 5 years from 1976 to 1981, 7% of India's population moved within the country. ഇപ്പോൾ പോപ്പുലേഷൻ സെൻസസ് റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? 76 മുതൽ 81 വരെയുള്ള 5 വർഷക്കാലത്തിൽ ഇന്ത്യൻ ജനതയുടെ 5% രാജ്യത്തിനുള്ളിൽ തന്നെ പലയിടങ്ങളിലേക്ക് ഇങ്ങനെ പലായനം ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ട് എന്നതാണ്. എന്താണ് ഇൻറ്റേർണൽ മൈഗ്രേഷനുള്ള റീസൺസ്, കോസസ് എന്താണ്? മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ അതൊരു കോംപ്ലക്സ് ഫിനോമിനൺ ആണ്. അത് പല തരത്തിലുള്ള കാരണങ്ങളുണ്ടാവാം, മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്. ദെൻ ഇറ്റ് ക്യാൻ ബി സെഗ്രിഗേറ്റഡ് ഇൻ ടു പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ്. ചിലപ്പോൾ സമ്മർദ്ദം കൊണ്ട് നിൽക്കുന്നിടത്ത് നിന്ന് ഓടിപ്പോവേണ്ടി വരും. അപ്പോൾ അങ്ങനെ പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് എന്ന രീതിയിൽ ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ നിൽക്കുന്ന ഇടം വിട്ട് നമ്മൾ വിദേശങ്ങളിലേക്ക് ചേക്കേറാറുണ്ട്. അത് പല കാരണങ്ങളുണ്ട്. പഠനത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, വിദ്യാഭ്യാസം നേടി പിന്നീട് വിദ്യാഭ്യാസം നമ്മുടെ സ്വന്തം നാട്ടിൽ നേടിയിട്ട് അവിടെ നിന്നും ജോലി സമ്പാദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഏണിംഗ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എന്തെല്ലാം കാരണങ്ങളെന്ന് ചോദിച്ചാൽ ഇതൊരു കാരണമാണ്, ഏണിംഗ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. It is well established that the greater gap in earnings between origin and destination, the more likely are working age adults to move. Many migrants to urban areas initially enter the informal sector. For some, this is a transitory phase prior to finding more formal employment. However, statistical studies of these patterns are plagued by the lack of precision in defining the informal sector, and the evidence does not make it clear whether the formal or informal sector offers higher pay to observationally equivalent workers. അത് ഏണിങ്സ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ, അതായത് നമ്മൾ നിൽക്കുന്നിടത്തും, അതായത് നമ്മൾ ജീവിച്ച് പോകുന്നിടത്ത് നമ്മൾ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നതും, എന്നാൽ ആ ഒറിജിനൽ ലെവലിൽ നിന്ന് നാം വേറിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും, നാം ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഡെസ്റ്റിനേഷൻ ഏരിയ അങ്ങോട്ട് പോകുമ്പോഴും അവിടെ വർക്ക് ചെയ്യുമ്പോഴും കിട്ടുന്ന ഏണിങ്സിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. അതായത് വർക്കിംഗ് ഏജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മോസ്റ്റ് ലൈക്ക്ലി വർക്കിംഗ് ഏജ് എന്ന് പറയുമ്പോൾ അഡൾട്ടാണ്. ഈ അഡൾട്ടായിട്ടുള്ള ആൾക്കാരാണ് മൂവ് ചെയ്യുന്നത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള മെയിൻ മൈഗ്രൻസ് അവർ അർബൻ ഏരിയയിലായിരിക്കും, അർബൻ ഏരിയയെ കേന്ദ്രീകരിച്ചായിരിക്കും അവർ പ്രാരംഭത്തിലെ ഇൻഫോർമൽ സെക്ടർ എന്ന രീതിയിലൊക്കെ അവർ മാറി പോകുന്നത്. ഫോർ സം ദിസ് ഇസ് എ ട്രാൻസിറ്ററി ഫേസ്, ഒരു ചേഞ്ചിങ് ഫേസ് എന്ന രീതിയിലാണ് ചിലരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അവർക്ക് മോർ ഫോമൽ എംപ്ലോയ്മെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടപ്രദക്ഷിണമാവാം. ഹവർ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ് of these patterns are plagued by the lack of precision
defining the formal sector, and the evidence does not make it clear whether the formal or informal sector offers higher pay to observationally equivalent workers. അപ്പോൾ ഇതിൻ്റെ മൈഗ്രൻസ് ഇങ്ങനെ ഓടിപ്പോകുന്ന ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ഉള്ള റീസൺ നോക്കുവാണെങ്കിൽ വ്യക്തമാക്കുന്ന വസ്തുതാപരമായ കാര്യം എന്താ? ഇൻഫോർമൽ ആയാലും ഫോർമൽ സെക്ടർ ആയാലും ഇവിടെ നിന്നും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താലേ നമുക്ക് മനസ്സിലാക്കാം ഇവർ ഓടിപ്പോകുന്നത് ഇത്തരത്തിലുള്ളൊരു പലായനം ബെറ്റർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനോടനുബന്ധിച്ച് ആവാം ഇത്തരത്തിലൊരു പലായനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൈഗ്രേഷൻ നടത്തുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. Then migrants to town initially earn less than observationally equivalent natives, but the evidence indicates that this gap disappears within a few years and may even reverse. Finding on whether differences in unemployment rates, whether locations promote migration are mixed. അതായത് ടൗൺ ഇനിഷ്യലി അതായത് ഒരു പട്ടണത്തിൻ്റെ ആ ഒരു പ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴേക്കുണ്ടല്ലോ അവിടെ നേറ്റീവ്സ് എന്ന രീതിയിൽ നിലകൊള്ളുന്ന ആൾക്കാർ അവരവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഏണിങ്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? വളരെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ യൂത്തിൻ്റെ ആ ഒരു ലെവലിലുള്ള അഡൾട്ടായിട്ടുള്ള ആൾക്കാർ അവർക്ക് കിട്ടുന്ന ഏണിങ്സ് അവരിവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടതായ സിറ്റുവേഷൻസ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ബെറ്റർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ അവരെങ്ങോട്ട് പോകുന്നത്? മൈഗ്രേഷനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്നത്. ലിമിറ്റഡ് എവിഡൻസ് സജസ്റ്റ് ദാറ്റ് മൈഗ്രൻസ് ഓഫൺ ഐഡൻറ്റിഫൈ ദെയർ അർബൻ ജോബ് ബിഫോർ മൈഗ്രേറ്റിംഗ്. മൈഗ്രൻസ് മിക്കവാറും അവരുടേതായ രീതിയിൽ ചെയ്തു പോരുന്ന അർബൻ ജോബ്സ്, പട്ടണങ്ങളിലുള്ള ജോബ്സ്, അത് എത്രത്തോളം ഗുണകരമാണ് എന്ന രീതിയിൽ അവർ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ മൈഗ്രേഷന് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അപ്പം മിക്കവാറും തന്നെ ഈ മൈഗ്രൻസ് ആയിട്ട് വരുന്ന ആൾക്കാർ എന്തിനെ അന്വേഷിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്? അവർ വർക്ക് അന്വേഷിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. സോ ബട്ട് ദ മൈഗ്രൻസ് ഡു അപ്പിയർ ടു സെർച്ച് ഫോർ വർക്ക് ആഫ്റ്റർ മൂവിങ് ഐദർ വൈൽ ഇൻ ടെമ്പററി എംപ്ലോയ്മെൻറ്റ് ഓർ വൈൽ ഓപ്പൺലി അൺഎംപ്ലോയിഡ്. ഒരു പക്ഷേ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജോലിയൊന്നും ഇല്ലെങ്കിലും അവർ ചിലപ്പോൾ അന്യപ്രദേശങ്ങളിലേക്ക് ഓടിപ്പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെ പഠനവിധേയമാക്കിയിട്ടുള്ള ഈ ഒരു വിഷയം മൈഗ്രേഷൻ എന്നുള്ള ആ ഒരു വിഷയത്തെപ്പറ്റി കൂടുതൽ ഒബ്സർവേഷണലായിട്ട് കിട്ടിയിട്ടുള്ള വസ്തുതാപരമായ കാര്യം എന്തെന്നാൽ ഇറ്റ് മെയിൻറ്റെയിൻസ് ദാറ്റ് ഓഫ് ഫാം മൈഗ്രേഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് വിൽ സീസ് only when the earning gap is entirely closed. ഓഫ് ഫാം മൈഗ്രേഷൻ, ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിലെ ഓഫ് ഫാം മൈഗ്രേഷൻ അത് പൊതുവെ കുറവാണ്. വെൻ ദ ഏണിംഗ് ഗ്യാപ്പ് ഈസ് എൻറ്റയർലി ക്ലോസ്ഡ്. ഏണിംഗ് ഗ്യാപ്പ് എന്ന് പറയുമ്പോഴേക്കും അത് കാര്യമായിട്ട് ഒന്നും കിട്ടാനില്ല എന്നൊരവസ്ഥാവിശേഷം വരുമ്പോൾ, അപ്പോൾ ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈ ചാൻസ് ഓഫ് റീ എംപ്ലോയ്മെൻറ്റ് എന്ന രീതിയിൽ അവരുടെ ഹോം സെറ്റിങ്സ് എല്ലാം തന്നെ ഭദ്രമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഇത്തരം കൂട്ടർ എങ്ങോട്ട് പോകുന്നത്? മൈഗ്രേഷൻ ഇമ്പോർട്ടൻസ് കൊണ്ട് പോകുക എന്ന് പറയാൻ പറ്റും. അപ്പോൾ ന്യൂ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ അത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിൽ. ഈ ഒരു ലൊക്കേഷൻ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അപ്പോൺ ദ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി അഡോപ്റ്റഡ്. ദ ഹൈപ്പോത്തസിസ് ദാറ്റ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ലീഡ് ടു എംപ്ലോയ്മെൻറ്റ് കോൺസെൻട്രേഷൻ ഇൻ ലാർജ് സിറ്റീസ്. ഇറ്റ് ലാക്സ് സിസ്റ്റമാറ്റിക് ടെസ്റ്റിംഗ്. Though a case study of India suggested that liberalization has been a factor in promoting the emergence of new towns. അപ്പോൾ ഇതൊരു കാരണമാണ് ഏണിങ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. രണ്ടാമത്തെ കാരണം എന്താ? ഫാമിലി ആൻഡ് നെറ്റ്വർക്ക്. പൊസസിങ് എ നെറ്റ്വർക്ക് ഓഫ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇൻ ടൗൺ മേ എൻകറേജ് മൈഗ്രേഷൻ ഇൻ ടു ടൗൺ. അതായത് ഇവിടെ നമ്മുടെ നഗരപ്രദേശങ്ങളിലുള്ള യുവാക്കളായ ചെറുപ്പക്കാർക്കും യുവതികൾക്കും എല്ലാം തന്നെ കൂടുതൽ അവരുടെ സുഹൃത്ത് വലയങ്ങളിൽ അവരെല്ലാം പുറത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് അവരുടെ കൈവശമുണ്ടെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആവാം, ഫ്രണ്ട്സിൽ റിലേറ്റഡ് ആവാം. അപ്പോൾ ആ ടൗൺ ഓറിയൻറ്റഡ് ആയിട്ട് അവരെ അതൊരു പക്ഷേ ടൗണിലേക്ക് പോകുന്നതിന് എൻകറേജ് ചെയ്യാം. കൺവേഴ്സ്ലി എ വെൽ ഡെവലപ്ഡ് നെറ്റ്വർക്ക് അറ്റ് ഹോം മേ ഡിസ്കറേജ് ഡിപ്പാർച്ചർ. നേരെ തിരിച്ച് സംഭവിക്കാം. കാരണം വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഹോം നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്നും പിരിഞ്ഞ് നിൽക്കാനായിട്ടുള്ള വിഷമം അങ്ങനെയാവുമ്പോഴേക്കും ഇവർ വിട്ടുപോകുന്നതിനോട് എന്തായിരിക്കും? എതിർപ്പായിരിക്കും. ഡിപ്പാർച്ചർ എന്ന രീതിയിൽ അതിനോട് ഇഷ്ടക്കേടുണ്ടാകും. അപ്പോൾ
പിന്നെ ഒരു മൈഗ്രേഷൻ വരുന്നത് വിവാഹ സമയത്ത്. വിവാഹം കഴിക്കുന്നിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തേണ്ടി വരും. അറ്റ് ദ ടൈം ഓഫ് മൈഗ്രേഷൻ ടു ജോയിൻ ഓർ അക്കമ്പനി എ സ്പൗസ് ഡു സീം കോമൺ. എ ഫ്യൂ സ്റ്റഡീസ് ആൾസോ സജസ്റ്റ് ദാറ്റ് പാരൻസ് മേ ഹാവ് ദ വെൽഫെയർ ഓഫ് ദെയർ ഓഫ് സ്പ്രിങ് ഇൻ മൈൻഡ് വെൻ മേക്കിംഗ് ദെയർ ഓൺ മൈഗ്രേഷൻ ഡിസിഷൻ. അപ്പോൾ സ്റ്റഡീസ് എല്ലാം തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യം എന്താ? ഇപ്പോൾ മാതാപിതാക്കളായിട്ടുള്ള ആൾക്കാർ അവരുടേതായ കുഞ്ഞുങ്ങളെ വളരെ സുരക്ഷിതമായി, അതേപോലെ തന്നെ അവർക്ക് വേണ്ട ക്ഷേമാധിഷ്ഠിതമായ കാര്യങ്ങളെല്ലാം അവരുണ്ടാക്കി കഴിയുമ്പോൾ, കുറേ നാൾ കഴിയുമ്പോൾ കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ അവർ സ്വന്തം തീരുമാനപ്രകാരം അവരെങ്ങോട്ട് പോവാം, മറ്റേതെങ്കിലും ഒരു നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റി അവർ ആലോചിക്കും. സോ അർബൻ മൈഗ്രൻസ് often initially settle in ethnically similar neighborhoods, which suggests that network lower the effective cost of moving in some manner. അപ്പോൾ അർബൻ ഏരിയയിലെ മൈഗ്രൻസ് എന്ന് പറയുമ്പോൾ മിക്കവാറും തന്നെ എങ്ങനെയായിരിക്കും? ഇനിഷ്യലി സെറ്റിൽ ഇൻ എത്നിക്കലി സിമിലർ നൈബർഹുഡ്സ്. കാരണം അർബൻ മൈഗ്രൻസ് എന്ന് പറഞ്ഞാൽ ആരംഭത്തിലെ തന്നെ അവർ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വംശപരമായിട്ട് അവരുടേതുപോലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു നൈബർഹുഡ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ആയിരിക്കും അവർക്ക് താല്പര്യം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ ആ ഒരു ചങ്ങാത്തം സ്ഥാപിച്ചെടുക്കാനായിട്ടുള്ള ഓട്ടപ്പാച്ചിൽ നടത്തും. അടുത്ത പോയിൻ്റ് ഏതാണ്? കോസസ് ഓഫ് ഇൻറ്റേർണൽ മൈഗ്രേഷന് വരുന്ന മറ്റൊരു പോയിൻ്റ് ഡിസ്റ്റൻസ്. മൈഗ്രേഷൻ ഓവർ ഷോർട്ട് ഡിസ്റ്റൻസ് ഈസ് മച്ച് മോർ കോമൺ ദാൻ മൈഗ്രേഷൻ ടു റിമോട്ട് ലൊക്കേഷൻ. ദൂരപ്രദേശങ്ങളിലേക്കുള്ള മൈഗ്രേഷനേക്കാൾ ഉപരി കുറഞ്ഞ ദൂരപരിധിക്കുള്ളിലുള്ള പ്രദേശത്തേക്കായിരിക്കും കൂടുതൽ ആൾക്കാരും മൈഗ്രേറ്റ് ചെയ്യുന്നത്. വെദർ ദിസ് റിഫ്ലക്റ്റ് ദ ഗ്രേറ്റർ കോസ്റ്റ് ഓഫ് മൂവിങ് ഫർദർ, ലാക്ക് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് മോർ റിമോട്ട് ആൾട്ടർനേറ്റീവ്സ് ഓർ ലെസ് ഏലിയനേഷൻ ഇൻ എ നിയർ ബൈ സെറ്റിംഗ് റിമൈൻസ് അൺഡിറ്റർമിൻഡ്. അപ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഫർദർ കോസ്റ്റ് ഓഫ് മൂവിങ്, ലാക്ക് ഓഫ് ഇൻഫോർമേഷൻ, റിമോട്ട് ആൾട്ടർനേറ്റീവ്സിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ്റെ അഭാവം, അതേപോലെ തന്നെ ഇവിടെ വിട്ടുപോയാൽ അവർ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത. അപ്പോൾ ഇങ്ങനെയൊക്കെ ദൂരപ്രദേശങ്ങളിലേക്ക് പോകുന്നതിനുപരിയായിട്ട് അവർ നമ്മുടെ നാടിൻ പുറങ്ങളിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞ പ്രദേശങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം. ദെൻ വെൽത്ത് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. Incomplete or imperfect local capital markets may encourage out migration either directly through restrictions on the ability of families to borrow or indirectly through effect on employment creation. അപ്പോഴോ ഇംപെർഫെക്റ്റ് ലോക്കൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഇറ്റ് മേ ക്രിയേറ്റ് ഔട്ട് മൈഗ്രേഷൻ either directly through restrictions on the ability of families to borrow or indirectly through effect on employment creation. ഇത് ലോക്കൽ മാർക്കറ്റ്, നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോഴേക്കും ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റായിരിക്കും. ഇത്തരം മാർക്കറ്റ് എല്ലാം തന്നെ ഒരുപക്ഷെ മൈഗ്രേഷനെ എൻകറേജ് ചെയ്യാം, ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലീസിനെ ബോറോ ചെയ്യുന്നതിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാം. കാരണം ഒരുപാട് കടമെടുത്താലായിരിക്കും ദൂരപ്രദേശങ്ങളിലൊക്കെ പോകാൻ സാമ്പത്തിക ചിലവ് വരും. അപ്പോൾ അതിനെ ചിലപ്പോൾ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യാം, അത് എംപ്ലോയ്മെൻറ്റ് ക്രിയേഷനെ ഇവിടെ നിന്നും ജനങ്ങൾ വിട്ടുപോയാൽ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ എക്കോണമിയിൽ ഉണ്ടാക്കാം എന്നൊരു ധാരണ ഒരുപക്ഷെ അവരെന്ത് കൊടുക്കില്ല, ഫിനാൻഷ്യൽ മാർക്കറ്റ് പോകുന്ന ആൾക്കാർക്ക് ആവശ്യം വേണ്ട ഫണ്ട് ബോറോ ചെയ്യുമ്പോഴേക്കും അവർ വേണ്ടത്ര രീതിയിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് കോസ്റ്റ് മൈഗ്രേഷൻ ഈസ് പ്രോബബ്ലി ലോവർ ഫോർ വെൽത്തിയർ ഫാമിലിയെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ഏതിൻ്റെയാണ് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട ഫിനാൻസിങ് കോസ്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ലോവറായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിന് രണ്ട് ഇംപ്ലിക്കേഷനാണ് പറയുന്നത്. ഒന്ന്, അതർ തിങ്സ് ബീങ് ഈക്വൽ മൈഗ്രേഷൻ മേ ബി മോർ കോമൺ ഫ്രം റിച്ചർ ഫാമിലീസ്. കാരണം റിച്ചർ ഫാമിലീസിൻ്റെ ഇടയിൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് അത്ര സർവ്വസാധാരണമായ ഒരു കാര്യമാണ്, അത്ര വലിയ കാര്യമല്ല അവർക്ക്. ആൻഡ് ഇൻ ടേൺ മേ എക്സർബേറ്റ് ദ ഇൻഇക്വാളിറ്റി ഇൻ ഇൻകം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇറ്റ് ടേൺ മേ എക്സാസർബേറ്റ് ആണ് കേട്ടോ ഇൻഇക്വാളിറ്റി ഇൻ ഇൻകം. ആൻഡ് സെക്കൻഡ്, ദ റീജിയൻ ബിക്കം വെൽത്തിയർ ഔട്ട് മൈഗ്രേഷൻ മേ ആക്ച്വലി ഇൻക്രീസ് ആസ് ദ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻറ്റ് ഈസ് റെഡ്യൂസ്. കാര്യം ഈ വെൽത്തി പീപ്പിളായിട്ട് താമസിച്ചു പോരുന്ന ഒരു ഏരിയയിലുള്ള ആൾക്കാർ അവർക്ക് സാമ്പത്തിക പ്രതിബന്ധം അല്ലെങ്കിൽ തടസ്സമൊന്നുമില്ല. അവരെ എങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചാലും അവരെ നിമിഷം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യും.
അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സെറ്റപ്പ് ചെയ്ത് ജീവിച്ചു പോരുന്ന ഒരു ഏരിയ ആണെങ്കിൽ അവിടെ വെൽത്തി പീപ്പിൾ മാത്രമായിരിക്കും ആ റീജിയനിലുണ്ടാവുക. അതൊരു വെൽത്തിയർ ഔട്ട് മൈഗ്രേഷൻ ആയിരിക്കും. അപ്പോൾ അതോ ദാറ്റ് മേ ആക്ച്വലി ഇൻക്രീസ് ദ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻറ്റ് ഈസ് റെഡ്യൂസ്ഡ്. അവരുടെ ഫിനാൻസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് പോകാനായിട്ട് തടസ്സം നിൽക്കുന്ന ആ ഒരു ഫിനാൻസിൻ്റെ കൺസ്ട്രെയിൻറ്റ് അത് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. സോ ദ എംപിരിക്കൽ എവിഡൻസ് ഓൺ ദീസ് ടു ഇംപ്ലിക്കേഷൻസ് ഈസ് മിക്സഡ് ആൻഡ് കോൺട്രവേഴ്സ്യൽ. അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന എംപിരിക്കൽ എവിഡൻസ് രണ്ടിൻ്റെയും പറ്റിയുള്ള ആ ഒരു പ്രതികരണം കോൺട്രവേഴ്സ്യൽ എന്ന രീതിയിലാണ്, മിക്സഡ് എന്ന രീതിയിലാണ്. സമ്മിശ്ര പ്രതികരണം എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെ. Only a few cross family studies examine wealth effect and results are too mixed to reach any conclusion. Some historical studies do show rising immigration as GDP increases. Immigration increase ചെയ്താൽ ആളുകൾ കൂടുതൽ പോകുന്നു, നല്ല ജോലി അവസരങ്ങൾ പുറത്ത് കണ്ടെത്തുന്നു, അവിടെ നിന്ന് നല്ല ഏണിങ്സുമായിട്ട് തിരിച്ചു വരുന്നു, രാജ്യത്തിൻ്റെ GDP ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും ഇത് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ്റെ ഭാഗം, അതായത് ജനസംഖ്യ പരിവർത്തനം എന്ന് പറയാം. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ എണ്ണത്തിൽ പരിവർത്തനം ഉണ്ടാവാം, എംപ്ലോയ്മെൻറ്റ് പാറ്റേൺസിൽ വ്യതിയാനം ഉണ്ടാവാം. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കാം. മറ്റൊന്ന് ഫാമിലി സ്ട്രാറ്റജീസ് ടു കണ്ടെയ്ൻ റിസ്ക്. One way that families may ensure themselves is by having members migrate to locations where times of economic adversity do not normally coincide with those at home. Remittances between the home base and migrants then enable consumption smoothing. അതായത് ഫാമിലി തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാവി സുരക്ഷിതമാക്കുക എന്ന രീതിയിലാണ് അവർ ലൊക്കേഷനിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു ഭാഗത്തേക്ക് പോവുക. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ സാമ്പത്തികമായി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോഴേക്കും അത് തീർച്ചയായിട്ടും അവർക്ക് എന്തുണ്ടാക്കുന്നതാണ്, പലതരത്തിലുള്ള അഡ്വേഴ്സിറ്റി എഫക്റ്റ് അവിടെ ഉണ്ടാക്കാം. സോ റെമിറ്റൻസസ് ബിറ്റ്വീൻ ദ ഹോം ബേസ് ആൻഡ് മൈഗ്രൻറ്റ് ദെൻ എനേബിൾ കൺസംഷൻ സ്മൂത്തിങ്. ഇപ്പോൾ ഹോം ബേസ്ഡ് ആയിട്ടുള്ളത്, അതുപോലെ മൈഗ്രൻറ്റ് ഹോം ബേസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും അവർക്ക് അവരുടേതായ രീതിയിലുള്ള മൈഗ്രൻറ്റിന് കൺസംഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ സ്മൂത്ത് റണ്ണിങ്ങിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ദർ ഈസ് സം എവിഡൻസ് കൺസിസ്റ്റൻ്റ് വിത്ത് ദ റെമിറ്റൻസ് പോർഷൻ ഓഫ് ദിസ് സെനോറിയോ. റെമിറ്റൻസ് പോർഷൻ, തിരിച്ചടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് വ്യക്തത വരുന്നുണ്ട്. ദർ ഈസ് നോ ഡയറക്റ്റ് ടെസ്റ്റ് ഓഫ് വെദർ മൈഗ്രേഷൻ ഈസ് ഗ്രേറ്റർ ഫ്രം കമ്മ്യൂണിറ്റീസ് വിത്ത് ഹയർ എക്കണോമിക് റിസ്ക് സീംസ് ടു ബി എക്സിസ്റ്റ്. കാര്യം വലിയ പണം കൂടുതൽ കടമെടുത്തിട്ട് അന്യരാജ്യത്തേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ അതിനകത്തുള്ള സാമ്പത്തികമായ റിസ്ക് ഉണ്ടാവാം. അത് ഏത് കമ്മ്യൂണിറ്റിയിലാണ് ഹയർ എക്കണോമിക് റിസ്ക് കൂടുതലായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഡയറക്റ്റ് ടെസ്റ്റ് ഒന്നും തന്നെ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അടുത്തത് അവൈലബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് അമ്യൂണിറ്റീസ്. Improved amenities in a location may attract industry or permit agricultural expansion to the extent that this result in employment expansion. അതായത് അവശ്യ സാധനങ്ങളുടെ ലഭ്യത, അതുപോലെ തന്നെ ആ അവർ ചെല്ലുന്ന പ്രദേശങ്ങളിലെ കൂടുതൽ സാധനങ്ങളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് വ്യവസായങ്ങളുടെ എക്സിസ്റ്റൻസ് കൂടുതലുണ്ടാവുക, അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ കൂടുതലുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആ ഒരു വിപുലത, അതിനെ തുടർന്ന് തന്നെ ആ ഏരിയയിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്പാൻഷൻ ഉണ്ടാകുന്നത്, ഹയർ വേജസ് ഉണ്ടാകുന്നത്, ഇതെല്ലാം മൈഗ്രേഷനെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ മൈഗ്രേഷൻ എൻകറേജ് ചെയ്യുന്ന കാര്യമായിട്ട് നമുക്ക് അറിയാം. സോ ഇംപ്രൂവ്ഡ് ലോക്കൽ അമ്യൂണിറ്റീസ് മേ ആൾസോ ഹാവ് എ ഡയറക്റ്റ് എഫക്റ്റ് അപ്പോൺ മൈഗ്രൻസ് ഡിസിഷൻസ് സിംപ്ലി ബൈ മേക്കിംഗ് ലൈഫ് ഇൻ ദിസ് സെറ്റിംഗ് മോർ അട്രാക്റ്റീവ്. അപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തൊഴിലിടങ്ങളിൽ തങ്ങൾക്ക് ഇവിടെ നിന്നും വിട്ട് പുറത്ത് പോകുമ്പോൾ കിട്ടുമ്പോൾ അത് അവരുടെ തന്നെ സ്വന്തം ഡിസിഷൻ പ്രകാരം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അവരുടെ ലൈഫ് സെറ്റിങ്സ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് മാറ്റുവാനായിട്ട് അവർക്ക് ഉണ്ടാകാം, അവർക്കൊരു താല്പര്യം വരാം. അൺഫോർച്ചുനേറ്റ്ലി നോ എവിഡൻസ് അപ്പിയേഴ്സ് ടു എക്സിസ്റ്റ് ഇൻ ദ എഫക്റ്റ് ഓഫ് അമ്യൂണിറ്റീസ് ഓൺ മൈഗ്രേഷൻ ഔട്ട്കംസ് ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. വിചാരിതമായിട്ട് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും തന്നെ അമ്യൂണിറ്റീസിൻ്റെ എഫക്റ്റ് മുഖേനയോ മൈഗ്രേഷൻ്റെ ആ ഒരു ഔട്ട്കം എന്താണെന്ന് പറയുന്നതിന് ഡെവലപ്പിംഗ് കൺട്രീസിൽ അങ്ങനെയുള്ള എവിഡൻസ് ഒന്നും തന്നെ കാണുന്നില്ല എന്നതാണ്. അടുത്തത്
Incidents of violence, diseases, or disasters. It is obvious that episodes of violence and natural disasters result in mass migrations either of internally displaced persons or international refugees. However, the extent to which ongoing violence, political repression, and a recurrent risk from disasters that increase the flow of migrants is far less well documented. അതായത് ഇപ്പോൾ ചില സന്ദർഭങ്ങളിലെല്ലാം തന്നെ അക്രമാസക്തമായ ചില സംഭവങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുണ്ടാവാം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതെവിടെയാണോ പൊട്ടിപ്പുറപ്പെടുന്നത് അവിടെ നിന്നും വൻ കണക്കിന് വമ്പിച്ച തരത്തിലാണ് ആൾക്കാരെല്ലാവരും തന്നെ മറ്റൊരു തരത്തിൽ എവിടെയെങ്കിലും തങ്ങൾ ജീവിച്ചു പോരുന്ന ചുറ്റുപാട് വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലെ അഭയാർത്ഥികളായിട്ടൊക്കെ എത്തും. അപ്പോൾ ഏത് തരത്തിലാണോ ഈ അക്രമാസക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുദ്ധക്കെടുതി, പൊളിറ്റിക്കൽ റിപ്രഷൻ, രാഷ്ട്രീയമായ അടിച്ചമർത്തൽ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അപകടകരമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് ഇവർക്ക് ജീവിക്കാനുള്ള ഒരു റിസ്ക് എന്ന രീതിയിൽ അവർക്ക് തോന്നുന്നത്, അങ്ങനെയുള്ളൊരു റിസ്ക് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, ഒരു അപകടാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരവിടം വിട്ടിട്ട് അവർ കൂടുതൽ കൂടുതൽ ലിബറലായിട്ട് ഭയപ്പാടില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഏരിയ കണ്ടെത്താനായിട്ടുള്ള ഓട്ടപ്പാച്ചിലും അങ്ങനെ അവർ അഭയാർത്ഥികളായിട്ട് മറ്റെവിടെയെങ്കിലും വന്ന് ജീവിക്കാൻ നോക്കുന്നു എന്നതാണ്. ഓക്കെ, മറ്റൊന്ന് മൈഗ്രേഷൻ കൺട്രോൾ ആൻഡ് ഇൻസെൻറ്റീവ്സ്. എ ഫ്യൂ കൺട്രീസ് ഹാവ് അറ്റംപ്റ്റഡ് ടു റെസ്ട്രിക്റ്റ് ഇൻറ്റേർണൽ മൈഗ്രേഷൻസ്. ഇൻറ്റേർണൽ മൈഗ്രേഷനെ ചില രാജ്യങ്ങളൊന്നും റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്, അവർ അനുകൂലിക്കുന്നില്ല. Unless the state is prepared to take draconian measures, such controls are usually ineffective. അപ്പോൾ ഇത്തരത്തിലുള്ള കൺട്രോൾസ് എല്ലാം വെച്ചാലും അവരവിടെ എത്തുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് തന്നെ മുൻകൈ എടുത്ത് ഇവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ പറ്റുന്ന പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തെങ്കിലും സ്വീകരിച്ചാൽ മാത്രമേ ഇത്തരം മെഷേഴ്സ് എല്ലാം സക്സസ് ആവുകയുള്ളൂ. ഓക്കെ, സച്ച് കൺട്രോൾസ് ആർ യൂഷ്വലി ഇൻഎഫക്റ്റീവ്. ഇൻ എ നമ്പർ ഓഫ് കോണ്ടെക്സ്റ്റ് ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് എക്സ്പെൽഡ് മൈഗ്രൻസ് സൂൺ റിട്ടേൺ. പല സന്ദർഭങ്ങളിലും പോകുന്ന ആൾക്കാരൊക്കെ വീണ്ടും തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇൻ സം ഓഫ് ദ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്സ് ആക്സസ് ഓഫ് ജോബ്സ്, ഹൗസിംഗ്, ഫുഡ് റേഷൻസ് ആൻഡ് അതർ സ്റ്റേറ്റ് ബെനിഫിറ്റ്സ് ഹാവ് ബീൻ ടൈഡ് ടു എ സ്പെസിഫിക് ലൊക്കേഷൻ, എഫക്റ്റീവ്ലി പ്രിവെൻറ്റിംഗ് മൈഗ്രേഷൻ ബൈ റിമൂവിങ് ദി ഇൻസെൻറ്റീവ് ടു വർക്ക്. അപ്പോൾ മൈഗ്രേഷനെ നമുക്ക് ഇവിടെ പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ വർക്കിൽ കേന്ദ്രീകരിക്കാനായിട്ട് യുവാക്കൾക്ക് അതിന് ഇൻസെൻറ്റീവ് കൊടുക്കണം, എന്നാലേ ഇവിടെ നിന്നും പോകാതിരിക്കുകയുള്ളൂ. However, at least in China, the emergence of more market-oriented system has eliminated the efficacy of these controls and migration has duly expanded. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടേക്ക് ഒരുപാട് തൊഴിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ കിട്ടുകയും മാർക്കറ്റിന് കൂടുതൽ പ്രൈവറ്റ് സ്വകാര്യ സംരംഭങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ മാർക്കറ്റ് ഓറിയൻറ്റഡ് സിസ്റ്റം അത് ജനങ്ങളെ അബ്സോർവ് ചെയ്യുന്നുണ്ട് തൊഴിൽപരമായിട്ട്. അതുപോലെ തന്നെ മൈഗ്രേഷൻ എന്നുള്ളത് അങ്ങോട്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അങ്ങോട്ട് വരുന്നവരുടെ ആ ഒരു കൺട്രോളൊന്നും തന്നെ, കാര്യം മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർ ചൈനയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഒരിടത്തു നിന്നും ചൈനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെ മേലെ അവർക്കവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുകയാണെന്നാണ് പറയുക. അപ്പോൾ അവിടുത്തെ ആ ഒരു എഫിക്കസി ഓഫ് ദീസ് കൺട്രോൾസ് ആൻഡ് മൈഗ്രേഷൻ ഹാസ് ഡ്യൂലി എക്സ്പാൻഡഡ്. ഓക്കെ, മൈഗ്രേഷൻ സാധ്യമായാൽ അതിൻ്റെ എക്കണോമിക് കോൺസിക്വൻസസ് എന്തായിരിക്കും? ഇറ്റ് മേ ആൾസോ ഇമ്പാക്ട് ദ റേറ്റ് ഓഫ് സേവിങ്സ് ആൻഡ് അക്യുമുലേഷൻ ഇൻ ആൻ എക്കോണമി ആൻഡ് പെർഹാപ്സ് ഗ്രോത്ത്. A mobile labor force that can be important ingredient in enabling more efficient production in an economy. So migration for wage gains enhances the efficiency of production. There are, however, few studies of the total contribution of internal migration to productive efficiency to make a generalization. So in particular, it is commonly held that temporary migrants save a large fraction of their earnings because risk-averse migrants save their returns at a lower and less certain income, and because the marginal utility derived from consumption while away from the family is low. അപ്പോൾ മൈഗ്രേഷൻ ഇടയാക്കുന്നത് എന്താണെന്ന് പറയുന്നത്, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് സേവിങ്ങിൻ്റെ അക്കുമുലേഷൻ, എക്കോണമിയുടെ
സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അക്കുമുലേഷൻ്റെ മേലെ അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നുണ്ട്. കാരണം എന്താണ്, ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി പഠിച്ച് ഉദ്യോഗം നേടുന്ന സമയത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർ പോയി പണിയെടുക്കുന്നത് അന്യരാജ്യങ്ങളിലായിരിക്കും. അവിടുത്തെ രാജ്യത്തിനായിരിക്കും അവരുടെ ഇൻകം കോൺട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ നമ്മളുടെ രാജ്യത്തിൻ്റെ സേവിങ് ലെവലിനെയും അതേപോലെ തന്നെ അക്കുമുലേഷനെയും ബാധിക്കാം. മൈഗ്രേഷൻ മേ നോട്ട് ഓൺലി ചേഞ്ച് ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ ബട്ട് ആൾസോ പ്രൊഫൗണ്ട്ലി ആൾട്ടർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. പ്രൊഡക്ഷൻ ലെവലിൻ്റെ എഫിഷ്യൻസിയെ മാത്രമല്ല ഇൻകം ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു ലെവലെയും ഇത് കാര്യമായിട്ട് ബാധിക്കാം. മറ്റൊന്ന്, മൈഗ്രൻസ് പ്രെസ്യൂമബ്ലി ഗെയിൻ ഫ്രം മൈഗ്രേഷൻ അൺലെസ് ദേ മേക്ക് എറേഴ്സ് ഇൻ ജഡ്ജ്മെൻറ്റ് ഓർ എ ഗാംബിൾ വിത്ത് റെസ്പെക്ട് ടു മൈഗ്രേഷൻ ഫെയിൽസ് ടു പേ ഓഫ് ഓർ മൈഗ്രേഷൻ ഈസ് നോട്ട് ഓഫ് ദ മൈഗ്രൻസ് ഓൺ ഫ്രീ വിൽ. അപ്പോൾ മൈഗ്രൻസ് തീർച്ചയായിട്ടും മൈഗ്രേഷനിലൂടെ നേടണം എന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റ് അവരുടെ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം. ഇപ്പോൾ മുന്നിൽ ജഡ്ജ് ചെയ്തുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ അവിടെ ചെല്ലാം ഇങ്ങനെ തന്നെ സംഭവിക്കും, അവിടെ ചെന്നാൽ എനിക്ക് നല്ല ജോലി കിട്ടും, അവിടെ ചെന്നാൽ എനിക്ക് ജോലിക്ക് സാലറി ഇത്ര മാസം ഇത്ര രൂപ കിട്ടും എന്നൊക്കെ ഉള്ള ചിന്തയോടുകൂടി ആയിരിക്കും നമ്മുടെ നാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങൾ വിചാരിച്ച പോലെ പോയില്ലെങ്കിലോ ആ മൈഗ്രേഷൻ കൊണ്ട് അവർക്ക് വില കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ സോഷ്യൽ മൊബിലിറ്റി നടക്കുന്നു ഇവിടെ മൈഗ്രേഷനിലൂടെ. സോ ഇറ്റ് അസോസിയേറ്റഡ് വിത്ത് മൈഗ്രേഷൻ മേ വേരി. അത് പലയിടത്തേക്കും പല രീതിയിലായിരിക്കും. ദെൻ എവിഡൻസ് ഫ്രം ഇന്ത്യ സജസ്റ്റ് ദാറ്റ് എ ടൈനി ഗ്രൂപ്പ് ഓഫ് അർബൻ മൈഗ്രൻറ്റ് ഹൗസ് ഹോൾഡ്സ് ഫെയർ എക്സ്ട്രീംലി പൂവർലി ബട്ട് ദി ആവറേജ് മൈഗ്രൻറ്റ് ഹൗസ് ഹോൾഡ്സ് എൻജോയ്സ് ഹയർ ലിവിങ് സ്റ്റാൻഡേർഡ്സ്. ആവറേജ് ഇവരെന്ന് പറയുമ്പോഴേക്കും അവർ എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ ഹയർ ലിവിങ് സ്റ്റാൻഡേർഡ് എന്ന രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാകാം. ദെൻ മൈഗ്രേഷൻ ഇറ്റ് മേ ആൾസോ അഫക്റ്റ് ദി ഇൻകം ലെവൽ ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ ഇൻകം ലെവലിനെയും ഇത് അഫക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജനങ്ങളുടെ ഇൻകം ലെവലിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നിൽക്കുന്നിടത്ത് നിന്നും അതവരുടെ ഒറിജിൻ, പിന്നെ അവർ പോകുന്നിടത്തേക്ക് അവരുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് ഇതെങ്ങനെ സംഭവിക്കുക? ഇവരൊരു ചേഞ്ചിങ് പാറ്റേണാണ് സംഭവിക്കുക ചെയ്യണമെങ്കിൽ മൈഗ്രൻസും നോൺ മൈഗ്രൻസും. അപ്പോൾ ഇവിടെ നിൽക്കുന്നിടത്ത് നിന്നും ലേബർ ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്. ലേബർ ഷിഫ്റ്റ് ഉണ്ടാകുമ്പോഴേക്കും വേജസിൽ ഷിഫ്റ്റ് ഉണ്ടാകും. അപ്പോൾ നിന്നിടത്ത് നിന്നും ജോലി ചെയ്ത് ലഭ്യമായിരുന്ന വേജസ് അത് ഇൻക്രീസ് ചെയ്യുമെന്ന തരത്തിലായിരിക്കും ഡെസ്റ്റിനേഷനിലേക്ക് ചെല്ലുന്നത്. പക്ഷേ ഡെസ്റ്റിനേഷൻ ചെയ്യുമ്പോഴേക്കും കിട്ടുന്ന വേജസ് കുറവാണെങ്കിലോ അതുകൊണ്ട് അവർക്ക് ദോഷഫലമേ ഉണ്ടാകും. Then again, the major route through which migration may impact incomes on non-migrants is through remittances. തിരിച്ചടവെന്ന രീതിയിൽ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ലഭ്യമാകുന്ന ഇൻകം ഒരിടത്തു നിന്ന് ജോലി ചെയ്ത് അത് പിന്നീട് അവർക്ക് എന്താ പറ്റുന്നത്? അവർക്ക് തിരിച്ചടവ് റെമിറ്റൻസസ് എന്ന രീതിയിലൊരു കേസ് ഉണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് ഒരു ഉയർച്ചയും ഉണ്ടാവില്ല. The extent to which poor and the rich mutual families benefit from this is a matter of some dispute. ഇതാർക്കാണ് ഗുണപരം? മൈഗ്രേഷൻ കൊണ്ട് ഗുണകരം റിച്ച് പീപ്പിളിനാണോ അതോ പൂവർ പീപ്പിളിനാണോ? ഇതിൻ്റെ കാര്യത്തിൽ പറയുന്നത് റൂറൽ അർബൻ മൈഗ്രേഷൻ ദാറ്റ് റെയർ എമംഗ് ദ വെരി പൂവറസ്റ്റ് ആൻഡ് പൂവർ ഹൗസ് ഹോൾഡ്സ്, മോർ കോമൺ എമംഗ് അഗ്രികൾച്ചറൽ ലേബറിംഗ് ഫാമിലീസ്. കൂടുതലും അഗ്രികൾച്ചർ ലേബർ ഫാമിലീസിലാണ് കൂടുതലും മൈഗ്രേഷൻ വരുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് പറയുമ്പോഴേക്കും അവർക്ക് ബെറ്റർ ഇൻകം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ വേറൊരു ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ റൂറൽ എലൈറ്റിൻ്റെ എഡ്യൂക്കേഷൻ ചിൽഡ്രൻ എന്ന് പറയുമ്പോഴേക്കും അവരൊരു പക്ഷേ പിന്നീട് എന്ത് ചെയ്യും? അവർ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അവർ ടൗണിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ് വിത്ത് കമ്പൈൻഡ് സ്റ്റഡി ദാറ്റ് ഒബ്സർവ് ദാറ്റ് നെറ്റ് റെമിറ്റൻസസ് ഫ്രം ടൗൺ ടു വില്ലേജ് ആർ സ്മാൾ and that the children of the wealthy are more likely to retain their rural ties and remit. This implies that remittances may largely benefit relatively affluent rural families. ധനികരായ റൂറൽ ഫാമിലീസിനാണ് ഈ മൈഗ്രേഷൻ കൊണ്ട് കൂടുതൽ ഗുണമുണ്ടാകുക എന്നതാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് കവർ ചെയ്യുമ്പോഴേക്കും മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് മൈഗ്രേഷൻ, അപ്പോൾ അതിൻ്റെ കാരണം എന്ത്, അതേപോലെ തന്നെ അതിൻ്റെ കോൺസിക്വൻസസ് എന്ത്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെസൺ പാർട്ട് വാച്ച് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ സെഷൻ എല്ലാവർക്കും സമർപ്പിക്കുന്ന MPS ഫസ്റ്റ് ഇയർ, MSO സെക്കൻഡ് ഇയർ, MPA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും ഈ ഒരു പേപ്പർ ഉള്ളതാണ്, MPS 003. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുണകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.